ഞങ്ങൾ കുടുംബമായിട്ട് ഒരു യാത്ര പുറപ്പെടുകയാണ്. യാത്രക്കാരെ ഒപ്പിക്കാൻ പെട്ടപാട് എനിക്കും എന്റെ ഫോണിനും മാത്രം അറിയാം. യാത്ര തുടങ്ങുമ്പോൾ എല്ലാവർക്കും നല്ല ഉത്സാഹവും ഉന്മേഷവുമായിരുന്നെങ്കിലും ഏകദേശം ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും വിശപ്പ് തുടങ്ങി. വീട്ടിൽ നിന്ന് കഴിച്ചിറങ്ങിയാൽ പോരായിരുന്നോ എന്ന എന്റെ ചോദ്യത്തിന് അവർ പറഞ്ഞത് ഇവിടെ മന്തി കിട്ടുമെന്നാണ്. ഡയറ്റിംഗിലൂടെ വണ്ണം കുറയ്ക്കണമെന്ന എന്റെ മോഹത്തിനേറ്റ അടിയായിരുന്നു അത്. 6 പാക്ക് എന്ന എന്റെ മോഹത്തിന് വിലങ്ങുതടി വെക്കുകയാണ് ഇവർ. സൈറ്റിലെ JCB പോലും നാണിച്ചു നിൽക്കുന്ന തരത്തിലായിരുന്നു പിന്നെ നടന്നത്. ഇനിയും മസിൽ പിടിച്ചാൽ മസാല പോലും കിട്ടില്ല എന്ന യാഥാർത്ഥ്യം എന്റെ പ്ലേറ്റിലും ചോറെത്തിച്ചു. സ്വപ്നത്തിൽ പോലും പാക്ക് വരാൻ ഇവറ്റകൾ സമ്മതിക്കില്ലെന്ന യാഥാർത്ഥ്യമാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഫുഡടിയും കഴിഞ്ഞ് ടാറ്റായി കൊടുത്ത് ഞങ്ങളുടെ ടിനോവയും എടുത്ത് വീണ്ടും റോഡിലോട്ട്. ഞങ്ങളുടെ സാരഥി സ്പൾബറിന്റെ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് യാത്ര. കൃത്യം 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ചായ കുടിക്കാനെന്ന വ്യാജാരെ ഈ കടയിലോട്ട് ചവിട്ടുന്നതാണ് ഞാൻ പിന്നെ കണ്ടത്. എന്റെ ഡയറ്റിങ്ങിനേറ്റ അടുത്ത ശതമായിരുന്നു അത്. ചായക്ക് പകരം പായസം. ഈ യാത്ര എങ്ങോട്ടാണെന്ന് ഒരു നിമിഷം ഞാൻ അമാന്തിച്ചു. ഒടുവിൽ ആടി ഉലഞ്ഞ് ഞങ്ങൾ എത്തേണ്ടടുത്ത് എത്തിച്ചേർന്നു. ഇത് ഇവിടെയാണ് സ്റ്റേ. മെസോപ്പൊട്ടാമിലെ ബർബർ കൊട്ടാരത്തെ അനുസ്മരിക്കും വിധമായിരുന്നു ഇവിടുത്തെ ഓരോ മുറികളും. തൊട്ടടുത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നറിഞ്ഞ ഞങ്ങൾ നേരെ വെള്ളത്തിലോട്ട്. അബുദാബി മപ്പള ഇറങ്ങി ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത്. ഇന്നിവിടെ സ്റ്റേ ചെയ്ത് നാളെ അതിരപ്പള്ളിയിലോട്ട് പോകാനാണ് യാത്ര.